അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 32-ാം വാക്യം നമുക്ക് വായിക്കാം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശു കന്യകയിൽ നിന്നും ജനിക്കുമെന്നും അനേകർ മശിഹയാകുന്ന മൂലക്കല്ലിൽ തട്ടി ഇടറുമെന്നും പ്രവാചകന്മാർ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളെ അറിയിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ ജനനം ആദ്യം അറിഞ്ഞത് കാവൽ കാത്ത് കിടന്നിരുന്ന ആട്ടിടയന്മാരും, രണ്ടാമത് കിഴക്കുള്ള വിദ്വാൻമാരും, മൂന്നാമത് ഹെരോദാവും, നാലാമത് അന്നുണ്ടായിരുന്ന മഹാപുരോഹിതന്മാരുമായിരുന്നു. യേശു എവിടെ ജനിക്കുമെന്ന് കൃത്യമായി അറിവുള്ളവരായിരുന്നു മഹാപുരോഹിതന്മാർ. എന്നാൽ യേശുവിൻ്റെ ജനനം അവർ അറിഞ്ഞത് ഹെരോദാവിൽ കൂടി മാത്രമായിരുന്നു. എന്നിട്ടും യേശു മശിഹയാണെന്ന് വിശ്വസിക്കുവാൻ മഹാപുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല. എന്ന് തന്നെയല്ല, മഹാപുരോഹിതന്മാർ യേശുവിനെ ജാതികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ജാതികളായ റോമക്കാർ അവനെ ക്രൂശിക്കുകയും ചെയ്തു. യേശു ക്രൂശിക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. നാം ന്യായവിധിക്ക് യോഗ്യർ ആകാതിരിക്കുവാനായി യേശു നമ്മുടെ പാപവും ശാപവും തൻ്റെ ശിരസിൽ ചുമന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും ഗന്ധകത്തുന്ന തീ പൊയ്കയിൽ വീഴാതിരിക്കുവാനായി യേശു കാൽവരി ക്രൂശിൽ ദൈവകോപാഗ്നിയിൽ വെന്ത് എരിഞ്ഞു. അപ്രകാരമാണ് യേശു നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചത്. എന്നാൽ യേശു തൻ്റെ ആത്മാവിനെ തന്നുകൊണ്ടാണ് നമ്മെ ദൈവമക്കളാക്കി തീർത്തത്. ഇതെല്ലാം തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാകുന്നു. ഇത്രയും വാഗ്ദാനങ്ങൾ നിറവേറുവാൻ തക്കവണ്ണം യേശുവിനെ നമുക്ക് വേണ്ടി യാഗമാക്കുവാൻ ഏൽപ്പിച്ചു തന്ന പിതാവ് യേശുവിനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്നാണ് പൗലോസ് ഇപ്പോൾ നമ്മോട് ചോദിക്കുന്നത്. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത് ദൈവമക്കളാക്കി തീർക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരുന്നു ദൈവത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് ദൈവാത്മാവിൻ്റെ മുദ്ര മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. യേശു ആകാശമേഘത്തിൽ പ്രത്യക്ഷനാകുമ്പോൾ മാത്രമേ പൂർണ്ണ തോതിൽ ദൈവാത്മാവിനെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ശരീരം രൂപാന്തരപ്പെട്ട് യേശു ഇപ്പോൾ ഇരിക്കുന്നത് പോലെ നാം ആയി തീരുകയും യുഗായുഗങ്ങൾ യേശുവിനോടുകൂടെ വാഴുകയും ചെയ്യും. ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവാത്മാവിൻ്റെ അച്ചാരമാണ്, അതായത് അഡ്വാൻസ്. ചെറിയൊരു പങ്ക് ആത്മാവിന് മാത്രമേ ദൈവം നമ്മിൽ നിക്ഷേപിച്ചിട്ടുള്ളൂ. മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം സ്നാനം മുങ്ങി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ആണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര ലഭിക്കുന്നത്. ആ മുദ്രയാണ് നാം ദൈവത്തിൻ്റേതാണെന്ന ഏക അടയാളം. പാപം ചെയ്യുമ്പോൾ സാത്താൻ നമ്മെ മുദ്രയിടും. യേശുവിനെ അനുസരിക്കുമ്പോൾ യേശു നമ്മെ മുദ്രയിടും. യേശുവിൻ്റെ ആത്മാവിൻ്റെ മുദ്ര നമുക്ക് ഇല്ല എങ്കിൽ യേശു ആകാശമേഘത്തിൽ വരുമ്പോൾ നമുക്കവനെ എതിരേൽക്കുവാൻ കഴിയാതെ പോകും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് സ്നാനം മുങ്ങിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ നല്ല ഒരു തീരുമാനം എടുക്കണം. നമ്മുടെ നിത്യതയെ ബാധിക്കുന്ന വിഷയമാണ് ഇത് എന്ന് ഓർത്തുകൊള്ളണം. 1750 ഒരു ദിവസം വടക്കൻ വെർജീനിയ കാടുകൾക്ക് സമീപം സ്ഥലം അളക്കുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലിക്ക് ശേഷം വിശ്രമിക്കുകയായിരുന്നു. ആ സമയത്താണ് അവർ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഉദ്യോഗസ്ഥന്മാർ ഓടിച്ചെന്നു. അവിടെ ഒരു സ്ത്രീയെ കുറേ ആളുകൾ ചേർന്ന് പിടിച്ചു വെച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ കുട്ടി സമീപത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് വീണുപോയി. കുട്ടിയെ രക്ഷിക്കുവാൻ സ്ത്രീയും വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുവാൻ ശ്രമിക്കുകയാണ്. അവിടേക്ക് അവർ ചാടിയാൽ അവളും മുങ്ങി മരിക്കുമെന്ന് അറിയാവുന്ന ആളുകൾ അവളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ എത്തിയ ഒരു 18 വയസ്സുകാരനോട് സ്ത്രീ തൻ്റെ മകനെ രക്ഷിക്കുവാൻ കേണപേക്ഷിച്ചു. പെട്ടെന്ന് യുവാവ് വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടി മുങ്ങിത്താഴുന്ന കുട്ടിയുടെ അരികിലേക്ക് നീങ്ങി. കുട്ടി അപ്പോഴേക്കും വെള്ളച്ചാട്ടത്തിൻ്റെ അരികിൽ എത്തിയിരുന്നു. അല്പസമയത്തേക്ക് കുട്ടിയെയും യുവാവിനെയും കണ്ടില്ല. ഇരുവരും വെള്ളച്ചാട്ടത്തിലേക്ക് പതിച്ചു എന്ന് എല്ലാവരും കരുതി. കരയിൽ കൂട്ട നിലവിളി ഉയർന്നു. പെട്ടെന്ന് കുട്ടിയുടെ അമ്മ വിളിച്ചു പറഞ്ഞു, അതാ എൻ്റെ മകൻ ജീവനോട് തിരിച്ചെത്തുന്നു. യുവാവ് കുട്ടിയെ പിടിച്ചുകൊണ്ട് കരയിലേക്ക് നീന്തി വരുന്നത് എല്ലാവരും കണ്ടു. അങ്ങനെ അതിസാഹസികമായി ആ യുവാവ് കുട്ടിയെ രക്ഷിച്ചു. ആ മാതാവ് നിറകണങ്ങളോടെ
യുവാവിൻ്റെ അടുത്തെത്തി അവരുടെ ഇരു കരങ്ങൾ ചേർത്ത് പിടിച്ച് ഇങ്ങനെ പറഞ്ഞു, ദൈവം നിനക്ക് പ്രതിഫലം നൽകുകയും നിനക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. കോടാനുകോടി അനുഗ്രഹങ്ങൾ നിന്റെ മേൽ പതിക്കും. ആ സ്ത്രീയുടെ വാക്കുകൾ സത്യമായി. അമേരിക്കൻ പ്രസിഡന്റായി തീർന്ന ജോർജ് വാഷിങ്ടൺ ആയിരുന്നു ആ യുവാവ്. പാപത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിൽ ആയിരുന്നു നാം ചെന്നെത്തുമായിരുന്നത്. വെള്ളച്ചാട്ടത്തിലേക്കായിരുന്നില്ല. ഒരിക്കലും രക്ഷപ്പെടുവാൻ സാധിക്കാത്ത സാത്താൻ ഭരിക്കുന്ന സ്ഥലമായ ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലായിരുന്നു. എന്നാൽ നാം ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ അനുഭവിക്കേണ്ട യാതന യേശു കർത്താവ് കാൽവരി ക്രൂശിൽ സഹിച്ചു. യേശു തൻ്റെ ജീവനെ ഗണ്യമാക്കാതെ നമ്മുടെ ജീവന് വേണ്ടി മറുപടിയായി നൽകി. കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു. യേശുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ നമ്മെ യേശു പാപത്തിൽ നിന്നും രക്ഷിച്ചു. ആകയാൽ ദൈവം തൻ്റെ ഓമനകുമാരനെ യാഗമായി തന്ന് നമ്മെ രക്ഷിച്ച ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോകരുത്. കാരണം നാം യേശു തന്ന ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ ഇനി ശേഷിക്കുന്നത് ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക മാത്രമാണ്. ആകയാൽ ഈ പുതിയ ദിവസം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ദാനമായി തന്നുകൊണ്ട് അവനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കിയല്ലോ. അപ്രകാരം അങ്ങ് അവനെ യാഗമാക്കിയതിനാൽ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങളുടെ പാപം ക്ഷമിക്കുകയും അവൻ്റെ ആത്മാവിനാൽ ഞങ്ങൾ ദൈവമക്കളാക്കി തീർക്കുകയും ചെയ്യുന്നുവല്ലോ. അതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന അങ്ങ് അവനോടുകൂടെ പുത്രത്വവും ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും പുത്രൻ്റെ മഹത്വവും ഞങ്ങൾക്ക് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് പ്രാപിക്കുവാൻ തക്കവണ്ണം കറയും ചുളുക്കവും ഇല്ലാത്തവരായി ജീവിച്ച് അങ്ങയുടെ നാമത്തെ വരവിൽ ആകാശമേഘത്തിൽ അങ്ങയെ എതിരേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. രോഗികൾക്ക് ആശ്വാസവും ദരിദ്രർക്ക് മോചനവും നൽകണമേ. തലമുറകളെ നശിപ്പിക്കാതെ വണ്ണം കാക്കണമേ. നശിക്കാതെ വണ്ണം അവരെ സംരക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.